CJP നേതാവ് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങളുണ്ട്. എന്നാൽ ഡൽഹി പോലീസ് ഇത് നിഷേധിച്ചു. JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് CJP അറിയിച്ചു. ആവശ്യങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമെന്ന് നഡ്ഡ ഉറപ്പ് നൽകിയതായും CJP പ്രതിനിധികൾ പറഞ്ഞു. എന്നാൽ കൂടിക്കാഴ്ച നടത്തിയ കാര്യം ഇതുവരെയും കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. ഡൽഹിയിൽ നിന്ന് വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, രാവിലെ തൊട്ട് ആരംഭിച്ച സംഘർഷാവസ്ഥയാണ്. പോലീസ് അവസാന ഘട്ടത്തിൽ ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ പലതവണ ടിയർ ഗ്യാസ് അടക്കം അവിടെ പ്രയോഗിച്ചു. പക്ഷേ വീണ്ടും ഇവർ പാറ്റക്കൂട്ടങ്ങളെ പോലെ സംഘടിക്കുന്നതാണ് കണ്ടത്. നിലവിൽ എന്താണ് സാഹചര്യം? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്സ്? ഡൽഹിയിലെ പാർലമെന്റിന് മുൻപിലുള്ള CJP പ്രവർത്തകരെയും വിദ്യാർത്ഥികളെയും എല്ലാം തന്നെ പിരിച്ചുവിടാൻ ഇതിനോടകം തന്നെ പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഇവരെ പല ഗ്രൂപ്പുകളായി പിരിച്ചുവിടുകയാണ് പോലീസ് ചെയ്തത്. നിരവധി തവണ ടിയർ ഗ്യാസും അതോടൊപ്പം തന്നെ ലാത്തി ചാർജും നടത്തിയാണ് ഇവരെ ചെറു സംഘങ്ങളാക്കി പിരിച്ച് പല വഴിക്കായി പോലീസ് ഒഴിവാക്കി വിട്ടത്. ഇതിനിടെ പല തവണ വിദ്യാർത്ഥികൾ വീണ്ടും സംഘടിച്ചെത്തുകയും പോലീസ് ആവർത്തിച്ച് ടിയർ ഗ്യാസ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും പാർലമെന്റിലുണ്ടായി. പാർലമെന്റിന്റെ 50 മീറ്ററോളം ചുറ്റളവിലേക്ക് ആദ്യമായാണ് ഒരു പ്രതിഷേധം ഈ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന് സമീപത്തേക്ക് എത്തുന്നത്. അത്തരം ഒരു സുരക്ഷാ വീഴ്ചയ്ക്ക് കൂടി ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പ്രതീക്ഷിച്ചതിലും വലിയ ജനപങ്കാളിത്തം ഇന്ന് നടന്ന പാർലമെന്റ് മാർച്ചിൽ CJPക്ക് നേടാനായി. ഇന്നലെ മുതൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി വാഹനങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ജന്തർ മന്ദറിലെത്തി ക്യാമ്പ് ചെയ്തത്. പ്രകാശ് രാജിനെ പോലെയുള്ള സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ സമരത്തിന് പിന്തുണയുമായി എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. നിലവിൽ ഇപ്പോൾ സമരം തുടരുന്നത് ജന്തർ മന്ദറിന് സമീപത്താണ്. ജന്തർ മന്ദറിലേക്കുള്ള റോഡിലാണ് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഇവിടെയും പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള നീക്കമാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. ഡൽഹി പോലീസിന് പുറമെ ആർമഡ് പോലീസ് ബറ്റാലിയനും അതോടൊപ്പം തന്നെ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളും ഇവിടെ ഈ പ്രതിഷേധക്കാരെ നേരിടാൻ തയ്യാറായിട്ടുണ്ട്. ജന്തർ മന്ദറിന്റെ സമീപത്തുള്ള മെട്രോ സ്റ്റേഷനുകൾ അടച്ചും ഡൽഹിയിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയുമാണ് പാർലമെന്റ് മാർച്ചിനെ നേരിടാൻ ഡൽഹി പോലീസ് ഒരുക്കങ്ങൾ നടത്തിയത്. പാർലമെന്റിലും ജന്തർ മന്ദറിലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ അല്ലെങ്കിൽ സുരക്ഷാ വിന്യാസം തന്നെ ഇപ്പോൾ പോലീസ് നടത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴും പാർലമെന്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ച ജന്തർ മന്ദറിൽ നിന്ന് തിരിഞ്ഞു പോകാൻ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ ഇപ്പോഴും ജന്തർ മന്ദർ റോഡ് ഉപരോധിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോലീസ് അതിന്റെ അവസാനഘട്ട നടപടികളിലേക്ക് കടക്കുമെന്ന ചില ആശങ്കയും വിദ്യാർത്ഥികൾക്കുണ്ട്. അതേസമയം ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അഭിജിത് ദീപ്കെ, കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന ആരോപണവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. എന്നാൽ ആരോപണം നിഷേധിക്കുകയാണ് ഡൽഹി പോലീസ് ചെയ്യുന്നത്. അത് കൂടാതെ കേന്ദ്ര സർക്കാരുമായി ചർച്ചയ്ക്ക് നിരന്തരം CJP പ്രവർത്തകർ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിന് ആദ്യഘട്ടങ്ങളിലൊന്നും അനുവദിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് CJP അവകാശപ്പെടുകയും ചെയ്തിരുന്നു. CJPയുടെ വക്താക്കളായ അഷ്നോഷ് റാങ്ക ഉൾപ്പെടെയുള്ളവർ 2 പേർ അവർ ഇന്ന് സൗരഭ് ദാസ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് JP നഡ്ഡയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് CJP തന്നെയാണ് അവകാശപ്പെട്ടത്. എന്നാൽ ഈ വാദവും കേന്ദ്ര സർക്കാർ തള്ളുകയാണ്. പക്ഷേ ഇപ്പോൾ CJP പറയുന്നത് ഇപ്പോഴും JP നഡ്ഡയുടെ വീട്ടിൽ അഷ്നോഷ് റാങ്കയും അതോടൊപ്പം തന്നെ സൗരഭ് ദാസും തുടരുന്നുണ്ട് എന്നും അല്പസമയത്തിനകം കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാനുമായി അനൌദ്യോഗിക ചർച്ചയും നടന്നു എന്ന ചില സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.